നിനക്ക് ഫനാ ആവുന്നതിൻ്റെ അവസാനം ആരില്ല ഫനാ ആണ്ടത്? റസൂലുള്ളാഹിൽ ഫനാ ആണ്. ആ റസൂലുള്ളാഹിൽ ഫനാ ആയ ആളാണ് ആദ്യത്തെ ആൾ സയ്യിദുനാ ആദം നബിയാണ്. ആദം നബി ഫനാ ആയിട്ടുണ്ട് ആരിൽ? മുഹമ്മദ് മുസ്തഫയിൽ. ഈസാ നബി ഫനാ മുഹമ്മദ് മുസ്തഫയിൽ. ജിബ്രീൽ ഫനാ ആണ് മുഹമ്മദ് മുസ്തഫയിൽ. മുഹമ്മദ് മുസ്തഫ ഫനാ ആണ് അള്ളാഹുവിൽ. ആ ഫനാ ആയപ്പോൾ കിട്ടിയ പേരാണ് എന്ത്? അഹമ്മദ്. ആ പേരിന് വേറൊരാളില്ല. അള്ളാഹുവിൽ ഫനാ ഞങ്ങൾക്ക് കഴിയൂല. പച്ച നുണ പറഞ്ഞ് നടക്കാണ്. അള്ളാന്ന് വഹാബികൾ പച്ച നുണയാണ്, പച്ച നുണയാണ്. അത് എയർപോർട്ടിൽ പോകാതെ ഫ്ലൈറ്റിൽ കയറുമെന്ന് പറയും പോലെയാണ്. എയർപോർട്ടിൽ പോകാതെ ഞാൻ ഫ്ലൈറ്റിൽ കയറും എന്ന് വാദിക്കും പോലെയാണ്. എന്ത്? അള്ളാഹു ഞാൻ റസൂലുള്ളാഹിൽ ഫനാ ആകാതെ അള്ളാഹുവിൽ എത്തുന്ന അറിയില്ല. പച്ച നുണയാണത്. ഒരാൾ എത്തേണ്ട അവസാനത്തെ സ്റ്റേജ് റസൂലുള്ളാഹിയാണ്. സിദ്ദീഖുൽ അക്ബറിൽ നിന്ന് പഠിക്ക്, സിദ്ദീഖുൽ അക്ബറിൽ നിന്ന് പഠിക്ക്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. രണ്ടാൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗളന്റെ അടുത്ത് നിന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് മിനൈനത്തും, എവിടെ നിങ്ങൾ? ഞങ്ങൾ പുറത്ത്. ലൗ കുൻതുമാ മിൻ അഹ്ലിൽ മദീന ലഔജഅതുകും. റസൂലുള്ളാഹിന്റെ റൗളന്റെ അടുത്ത് നിന്ന് വർത്താനം പറയും. നിങ്ങളെങ്ങാനും മദീനക്കാരായിരുന്നെങ്കിൽ ഉമറിന്റെ കൈയിൻ്റെ ചൂട് നിങ്ങൾ അറിയായിരുന്നു. മനസ്സിലായില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ഷരീഫിൻ്റെ അടുത്തുനിന്ന് വർത്തമാനം പറയുന്ന രണ്ടാളുകൾ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് കയറി വന്നിട്ട് പറഞ്ഞു, എന്ത്? എവിടെ നിങ്ങൾ? ഞങ്ങൾ പുറത്തുനിന്നാണ്. നിങ്ങളെങ്ങാനും മദീനക്കാരായിരുന്നെങ്കിൽ ഉമറിൻ്റെ കൈയിൻ്റെ ചൂട് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് വർത്തമാനം പറയും. നിങ്ങൾ എന്താ വിചാരിച്ച്? ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തി നബി. എന്തുകൊണ്ട്? ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം റസൂല്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വഹാബിക്ക് കഴിയില്ല. വഹാബിയുടെ വാല് പിടിച്ച് നടക്കണം ഇന്നത്തെ സുന്നിയക്കും കഴിയില്ല. റസൂലുള്ളാഹി ഒരാൾക്ക് സന്തോഷം, റസൂലുള്ളാഹി ഒരാൾക്ക് അത്ഭുതമാണെങ്കിൽ അലി ബിൻ അബി ത്വാലിബിൽ കുറ്റം കാണാൻ കഴിയുമോ? ഹസൻ ഹുസൈന് കുറ്റം കാണാൻ കഴിയുമോ? ഫാത്തിമ ബിയിൽ കുറ്റം കാണാൻ കഴിയുമോ? കാരണം അവരാരാ? റസൂലുള്ളാഹിന്റെ കരളല്ലേ, റസൂലുള്ളാഹിന്റെ ജീവനല്ലേ. അവർക്ക് കുറ്റമില്ല. കുറ്റം ഉണ്ടെങ്കിൽ പോലും കാണാൻ കഴിയുമോ? എൻ്റെ വാപ്പാൻ്റെ കുറ്റം ഒരാൾ പറഞ്ഞാൽ ചെള്ളക്കടിക്കൂലേ? ബാപ്പാക്ക് കുറ്റം ഉണ്ടെങ്കിൽ പോലും അടിക്കുമല്ലേ? എൻ്റെ വാപ്പാൻ്റെ വിചാരണ ചെയ്യാൻ ഇവിടുത്തെ സുപ്രീം കോടതിയാണെന്ന് വെച്ചിട്ട് എന്തുകൊണ്ട്? എൻ്റെ വാപ്പാൻ്റെ കുറ്റം കേൾക്കാൻ കുറ്റം ഉണ്ടാക്കുകയാണ്. എങ്ങനെയാടാ മോമിനാവുക? അലി ബിൻ അബി താലിബിൻ്റെ കുറ്റം കണ്ടെത്തണോ? എങ്ങനെയാടാ മോമിനാവുക? പറഞ്ഞെടുക്കുന്നത് സുന്നി എന്നാണ്. സുന്നി എന്ന് പറഞ്ഞെടുക്കുന്നത് പറഞ്ഞൊരു കാര്യമല്ല. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കുട്ടികളെ. സുന്നി എന്നൊക്കെ നാട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ സുന്നി സംഘടനകളുള്ളത്, സുന്നിയില്ല. ഇപ്പോൾ കേരളത്തിലുള്ളത് സുന്നിയല്ല, സുന്നി സംഘടനകളാണ്. കേരളത്തിൽ സുന്നി നഷ്ടപ്പെട്ടു പോയി. അഹ്ലു സുന്നൻ്റെ കേന്ദ്രമായിരുന്നു മലബാർ. അവിടെ സുന്നി പോയി. ഇപ്പോൾ സുന്നി സംഘടനകളാണ്. അതാപ്പുള്ളത്. അങ്ങനെയാണുള്ളത്. ഈ പാമ്പ് തോല് കഴിച്ചിട്ട് പിന്നെ പാമ്പ് പോവും. തോലാണ് പാമ്പെന്ന് വിചാരിച്ചാലോ? മനസ്സിലായില്ല? മനസ്സിലായില്ല? മുണ്ടക്കൈത എന്നാണ് സാധനമുണ്ട്. തോട്ടിൻ്റെ അറമ്പിലൊക്കെ ഉണ്ടാവും മുണ്ടക്കൈത. പഴയ കാലത്ത് അതിൽ നിന്ന് പിന്നെ പായ ഉണ്ടാക്കും. മുണ്ടക്കൈത കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ല? മുണ്ടക്കൈത പായ ഉണ്ടാക്കണടാ. പഴയ കാലത്ത് പായ ഉണ്ടാക്കും മുണ്ടക്കൈത. ഈ മുണ്ടക്കൈത എമ്പാടുള്ള സ്ഥലത്തൊക്കെ പാമ്പ് തോല് കഴിച്ച് പോവും. അപ്പം ദൂരെ നിന്ന് ഞാൻ ഒരാൾ നോക്കുകയാണെങ്കിൽ ഓന് പാമ്പായി തോന്നും. ഓനെ പേടിക്കും. അത് പാമ്പല്ല, പിന്നെന്താണത്? പാമ്പിൻ്റെ വളയാണ്. ഇപ്പം സുന്നിയൊക്കെ എവിടെയോ പോയി. ഇപ്പം എന്താണത്? ഇപ്പം പാമ്പിൻ്റെ വളയാണ്. ഈ പാമ്പിൻ്റെ വളയാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കാന്ന് അപ്പം നമ്മൾ വിചാരിക്കുന്നത്. ഇന്നത്തെ സുന്നി സംഘടനകൾ പാമ്പിൻ്റെ വളയാണ്. പാമ്പിൻ്റെ തോല്, പാമ്പ് ഒഴിവാക്കി പോയ പാമ്പിൻ്റെ തോലാണ് ഇന്നത്തെ എല്ലാ സുന്നി സംഘടനയും. അത് നമ്മൾ പാമ്പാന്ന് തെറ്റിദ്ധരിച്ചാൽ അത് പാമ്പേ അല്ല. എന്തുകൊണ്ട്? ഈ കാണുന്ന അള്ളാന്റെ ഹബീബിൻ്റെ ശത്രുക്കളെ സഹിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ കാണുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ ബഹുമാനിക്കുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനെതിരെ എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ അന്ന് ഇവിടെ കത്തും. അലി ബിൻ അബി ത്വാലിബിനെതിരെ പറഞ്ഞ് പുസ്തകങ്ങൾ ഇറങ്ങി. എന്തൊക്കെ ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു വാക്ക് മുണ്ടാട്ട ഒരു മൂല്യർ പറഞ്ഞില്ല. ഒരു മൂല്യർക്ക് ഒരു സംഘടനയൊക്കെ മുണ്ടാട്ടം തന്നെയല്ല. എന്തുകൊണ്ട് അതവർക്ക് വിഷയമല്ല?
അവർക്ക് പിണറായി വിജയൻ വിഷയമാണ്, അവർക്ക് സതീശൻ വിഷയമാണ്, കുഞ്ഞാലിക്കുട്ടി വിഷയമാണ്, സമദാനി വിഷയമാണ്, മറ്റൊരു വിഷയമാണ്, ഇതൊക്കെ വിഷയമാണ്. അവർക്ക് അലി ബിൻ അബി താലിബ് വിഷയമല്ല. എന്തുകൊണ്ട്? അലി ബിൻ അബി താലിബ് ലീഗല്ല, അലി ബിൻ അബി താലിബ് സമസ്തിയല്ല, സമസ്ഥാനിയല്ല, ദക്ഷിണയല്ല, കോൺഗ്രസും അല്ല, കമ്മ്യൂണിസ്റ്റും അല്ല. പിന്നെ അതിനാ ചർച്ച ചെയ്യുന്നത്? അതൊക്കെ ഒരു പുരാവസ്ഥ. അത്രയല്ലോ. ആലോചിച്ചാളെ, ദീൻ നഷ്ടപ്പെട്ട ദീനിൻ്റെ കേസുകൾ. ഒരു കാലത്ത് ദീൻ ഉണ്ടായിരുന്നു, പൂജയൊക്കെ പോയി, എലി ചാടിപ്പോയിട്ട് പിന്നെ എലിക്കണ്ണി പിടിച്ചു. എന്താണ് കാര്യം? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇവിടെ എന്താണ് സംഭവം എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അൽ ജമാലുൽ മുഹമ്മദി, ജമാലുൽ മുഹമ്മദിയെ കണ്ട ആളുകൾ, അതിൽ തഹയ്യുറായ ആളുകൾ, അവരാണ് അല്ലദീന അൻഅംത അലൈഹിം. അതിൽ അത്ഭുതപ്പെട്ടു, അത്ഭുത പരതന്ത്രരായി. എന്തിൽ അത്ഭുതപ്പെട്ടു? ജമാലുൽ മുഹമ്മദിയിൽ അവ്വലുഹും അബൂബക്കർ വആഖിറുഹും ആഖിറുൽ മുഅ്മിൻ. മനസ്സിലായില്ല? മനസ്സിലാവണ്ട പറഞ്ഞത്. അവ്വലുഹും സിദ്ദീഖുൽ അക്ബർ ആഖിറുഹും ആഖിറുൽ മുഅ്മിനീന യഅതി യൂലദു യൗമൽ ഖിയാമ. അവസാനം ജനിക്കുന്ന മുഅ്മിനാണല്ലോ. ആ മുഅ്മിന്റെ നിശാനി എന്തായിരിക്കും? റുയത്തുൽ ജമാലിൽ മുഹമ്മദി, മുഹമ്മദി ആയത് കാണാൻ കഴിയും. എന്താണ് ഈ ജമാലുൽ മുഹമ്മദി? ജമാലുൽ മുഹമ്മദിയാണ് നിഅമത്തുൽ കുബ്ര. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചോരുന്നല്ല. ഈ അഴക് കണ്ടിട്ട് അതിൽ അത്ഭുതപ്പെട്ട് നിസ്കരിച്ചോരുന്നാണ്. ഈ അഴക് കാണാതെ കൂട്ടത്തിൽ കൂടി നിസ്കരിച്ചൊരു മുനാഫിക്കുണ്ടാവും. അവരെ പറ്റി ഫവൈലുൽ മുസല്ലീൻ പറഞ്ഞ് അവർക്ക് ജമാലുൽ മുഹമ്മദി കാണാൻ കഴിഞ്ഞില്ല. ജമാലുൽ മുഹമ്മദി കാണാതെ ഈമാനോട് ഉണ്ടാവില്ല. ജമാൽ മുഹമ്മദി കണ്ടാൽ എനിക്ക് ഫാത്തിമ ബീവി വിഷയമാണ്. ജമാൽ മുഹമ്മദി കണ്ടാൽ നിനക്ക് അലി ബിൻ അബി ത്വാലിബ് വിഷയമാണ്. അപ്പോൾ എനിക്ക് ഹസൻ ഹുസൈൻ ഒക്കെ വിഷയമാണ്, ഒക്കെ വിഷയമാണ്. ഞാനിപ്പോൾ ഈ മിനിഞ്ഞാന്ന് ഇന്ന് പഠിക്കാൻ പോയി. ഹിർ എൻ്റെ അടുത്ത് അവസാനം ഉപദേശിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആകെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിൻ്റെ കയ്യിൽ പെട്ടി ഉണ്ടെങ്കിൽ ആ പെട്ടി വെക്കാൻ സ്ഥലം കിട്ടിയാൽ വെച്ചാൽ ആദ്യം പോകേണ്ടത് രണ്ടാളെ സ്ഥലത്തേക്കാണ്. ഒന്ന് ഫാത്തിമ ബീവിൻ്റെ പൊന്നുമോനായ സയ്യിദുന ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അവിടെ പോയി പറയണം. മഹാനവറുകളെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്, അവിടെ പോയി പറയണം. ഒന്ന് ഫാത്തിമ ബീവിൻ്റെ ഒരു മകളുണ്ട് അവിടെ, സൈനബ് ബീവി. ആ രണ്ട് സ്ഥലത്ത് പോയിട്ട് മതി കോളേജ് പോകാൻ. എന്തുകൊണ്ട്? അവരെടുത്താണ് ആദ്യം അവരാണ് നമ്മളെ നേതാക്കന്മാർ. അതിന് മനസ്സിലാണ്ട് പറഞ്ഞത് അവിടെ പോയി പറയാം. എൻ്റെ ഒരു സലാം അവിടെ പറയണം. ഞാൻ 2024 പോയിട്ടുണ്ട്, 25 പോയിട്ടില്ല. കൊല്ലം പോകണമെന്ന് ആഗ്രഹമുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞ് നിങ്ങൾ വളരെ ചിന്തിക്കണം. കൈറോയിൽ ചെന്നാൽ ആദ്യം കണ്ട് രണ്ടാളെയാ. ഒന്നാര് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു തല അവിടെ കിടക്കുന്നുണ്ട്. ഉടൽ കർബലയില, തല കൈറോയില. പിന്നെ ഫാത്തിമ ബീവിൻ്റെ പൊന്നുമോളുണ്ട്. ആര്? സൈനബ് ബിൻത് അലി ബിൻ അബി ത്വാലിബ്. ഫാത്തിമ അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെയും ഫാത്തിമ ബീവിൻ്റെയും മകളാണ്. ആര്? സൈനബ് ബീവി അവിടെ കിടക്കുന്നുണ്ട്. ആ രണ്ടാള് അയിമ കിട്ടിയാൽ മതി. നമുക്ക് നേതാക്കന്മാരെ വരാ. എടാ, അവരെ കുറ്റം കണ്ടാൽ പിന്നെ എന്താ എനിക്ക് വിലയുള്ളത്? നിങ്ങൾ ചിന്തിക്ക്. ഇപ്പം മമ്പർത്ത് തങ്ങളെ ഒരാൾ കുറ്റം പറഞ്ഞാൽ വരെ നമ്മൾ വാളെടുക്കും. എന്തുകൊണ്ട്? അത് നമ്മൾക്ക് മക്കബറയിൽ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പല പരിപാടി നടക്കുന്നത്. ഇപ്പം ഇവിടെ ഫ്രാൻസിസോടെ ഷെയ്ഖിൻ്റെ പള്ളി നടക്കുന്നുണ്ട്. അവിടെ ഷെയ്ഖിനെ കുറ്റം പറഞ്ഞാൽ ഇവിടെ കത്തും. എന്തുകൊണ്ട്? ആ മക്കബറ കൊണ്ടാണല്ലോ അപ്പം നമ്മൾ ഇവിടെ കഴിഞ്ഞോണ്. അതിനൊക്കെ ആളുണ്ടാവും. കാരണം അതിൻ്റെ ഒക്കെ വീട്ടിൽ ഇവിടെ പലർക്കും വരുമാനമുണ്ട്. അലി ബിൻ അബി ത്വാലിബിനെ കുറ്റം പറഞ്ഞാൽ പ്രശ്നമില്ല. എന്തുകൊണ്ട്? അത് നമ്മളെ വരുമാനമല്ല, നമ്മളെ സംഘടനപ്പെട്ട ആളുമല്ല. ഇതൊക്കെ പരസ്യമായി വന്നിട്ട് പോലും മുസ്ലിമീങ്ങൾക്കൊരു വിഷയമല്ല, സുന്നിയൊക്കെ വിഷയമല്ല. പോട്ടെ, എന്തുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി? ഞാൻ ഒന്നുകൂടി തിരിച്ചു വരാം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ സിറാത്തുൽ ലദീന റഔ ജമാലുൽ മുഹമ്മദി. ജമാലുൽ മുഹമ്മദി കണ്ട ആദ്യത്തെ ആളാരാ? അത് സയ്യിദുന ജിബ്രീൽ. ഈ ലോകത്തെ മനസ്സിലായില്ലേ? എങ്ങനെയായത്? لا يعصون الله ما أمرهم ويفعلون ما يؤمرون.
ആദ്യം ജമാലുൽ മുഹമ്മദി കണ്ട ഒരു ഹൽക്ക് സയ്യിദുനാ ജിബ്രീല. അപ്പോഴത്തിന് വീണു. എന്തുകൊണ്ടാണ് അവർ വീണതില്ല? ജിബ്രീൽ സയ്യിദുനാ ജിബ്രീൽ ജമാലുൽ മുഹമ്മദി അലാ ജബ്ഹത്തി ആദം, ആദമിന്റെ നെറ്റിത്തടത്തുമല്ല അത് കണ്ടു. അപ്പോൾ എല്ലാ മലക്കുകളും കൊണ്ടു. എന്തിനെ? അന്നൂർ അൽ മുഹമ്മദി അൽ ജമാൽ അൽ മുഹമ്മദി അലാ ജബ്ഹത്തി ആദം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ മുഹമ്മദിയ പ്രകാശം എന്ന അഴക് കിടക്കുന്നത് ആര് കണ്ടു? എല്ലാ മലക്കുകളും കണ്ടപ്പോൾ ഫസജദത്തിൽ മലായികത്തു കുല്ലുഹും, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. അജ്മഊൻ ما رأى إبليس بتكبره وحسده لآدم الذي حامل الجمال المحمدي جمال المحمدي എന്ന അഴകിനെ വഹിച്ച ആദമിനോടുള്ള അസൂയാണ് ആർക്ക്? ഇബ്ലീസിന്. അപ്പോൾ പിന്നെ ആദം വഹിച്ചാളാ അവ്വലു ഹാമിലുൽ ജമാലിൽ മുഹമ്മദി മൻ കാന ആദം മൻ കാന വമമീസതുഹു എന്ന ആദമിന്റെ പ്രത്യേകത. الذي هو حامل الجمال المحمدي وضعه تعالى على جبهته. ആദമിന് ആ നെറ്റിത്തടത്തിൽ അല്ലാഹു തആല അത് വെച്ചുകൊടുത്തു. അപ്പോൾ അവ്വലുൽ ജമാലിൽ മുഹമ്മദി, ആ ജമാലുൽ മുഹമ്മദിയെ ആദ്യം വഹിച്ച ആളാണ് ആര്? സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ആ ആദമിനോട് അസൂയ വെച്ചു ആര്? ഇബ്ലീസ്. പുറത്തായി. എന്തുകൊണ്ട്? ആദമിനെ അല്ലാഹു തആല ഏൽപ്പിച്ചത് എന്തിനാണ്? ഹാമിലുൽ ജമാലിൽ മുഹമ്മദി, മുഹമ്മദിയ അഴക് വഹിക്കാൻ അല്ലാഹു ഏൽപ്പിച്ച ആളോട് അസൂയ വെക്കാൻ പാടില്ല. അന്തല്ലാത്തവരെ പഠിച്ചോ. ആ മനുഷ്യൻ പായല്ല തോട്ടം തന്നെ തിന്നു, എന്നാലും ഉളവാപ്പാൾക്ക് കൊടുക്കും. എന്നോട് ഇയാളാരാ? എന്താടാ ചങ്ങായി, പഴം കഴിക്കാൻ പാടില്ല എന്നിട്ട് പഴത്തോട് അടുക്കാൻ പാടില്ല ചെയ്തോ? ഇല്ലേ. ഇബ്ലീസ് ഒരു പഴം കഴിച്ചിട്ടില്ല. പഴം മനസ്സിലായില്ല. പഴം കഴിച്ചില്ലേ? പഴം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് പഴം കഴിച്ചില്ലേ ആര്? സയ്യിദുനാ ആദം. എന്നിട്ടും അല്ലാഹു തആല പുറത്തെടുത്തു. എന്തുകൊണ്ട്? അലാ ജബ്ഹത്തിഹി ജമാലുൽ മുഹമ്മദി. ജമാലുൽ മുഹമ്മദി ആ നെറ്റിത്തരത്തിലുണ്ട്. ആ ആൾക്ക് അല്ലാഹു തആല ഒരു പ്രശ്നമില്ല. ഇബ്ലീസിന് പഴം കഴിച്ചിട്ടില്ല, പക്ഷെ അള്ളാഹ് പുറത്തും കൊടുക്കൂല. എന്തുകൊണ്ട്? അവ്വലു ഹാമിലുൻ നൂരിൽ മുഹമ്മദി വ അവ്വലു ഹാമിലുൽ ജമാലിൽ മുഹമ്മദി. ആ ആളോട് അസൂയ വെച്ചു, ആ ആളോട് അഹങ്കാരം കാണിച്ചു, ആ ആളോട് അസൂയ വെച്ചു. ആ ആളോട് അസൂയക്കാൻ കാണില്ല. എന്തുകൊണ്ട്? ഇയാൾ എന്തേറ്റിയ ആളാണ്? ജമാലുൽ മുഹമ്മദി ചുമന്ന ആളാണ്. അയാളോട് അസൂയക്കാൻ പാടില്ല. എങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അഴകിൻ്റെ ഭാഗമല്ലടാ അലി ഇബ്നു അബീ ത്വാലിബിനോട് കുറ്റം കണ്ട ഇജ എങ്ങനെയാ മുസ്ലിം ആകുക? ജന്തട നിസ്കാരം, എന്ത് അലി ഇബ്നു അബീ ത്വാലിബ് അധികാരക്കുതിയനാണ് എഴുതിയ കജ്ജ എങ്ങനെയാണ് മുസ്ലിം ആകുക? എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്താണ് അടുത്ത എൻ്റെ സ്റ്റേജ്? കുഫറിൻ്റെ സ്റ്റേജാണ്. ഇനി കാഫറാവും. എൻ്റെ സെക്കൻഡ് സ്റ്റേജ് കാഫറാകലാണ്. അതൊക്കെ കാച്ചാൻ ഒരിക്കൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പഠിച്ചോൻ ഇതെവിടെയാണ്? ഈ ആളാരാ? മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു. ഞാൻ ഒരാൾക്ക് നേതാവാണെങ്കിൽ അലിയും അയാൾക്ക് നേതാവായിരിക്കും. വമൻ ലം യകുൻ അലിയുൻ മൗലൻ ഫലൈസ ബിമുഅ്മിൻ. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ, ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ ഫലൈസ ബിമുഅ്മിൻ, അവൻ മുഅ്മിനല്ല. ആള് കുറ്റണ്ടേ കാണാൻ പറഞ്ഞു. കുറ്റം നോക്കണേ നമുക്ക്. എൻ്റെ വാപ്പ കുറ്റല്ലേ ഇത് കാണുന്നുണ്ടോ? എൻ്റെ വാപ്പ മനസ്സുമല്ലല്ലോ. എന്നിട്ട് എൻ്റെ വാപ്പാക്ക് കുറ്റല്ലേ ഉണ്ട് നിർച്ച് കാണുന്നില്ലല്ലോ. കുറ്റ കണ്ടാൽ തന്നെ കണ്ണിക്കടിക്കൂലേ? എന്തുകൊണ്ട്? എൻ്റെ വാപ്പാക്ക് കുറ്റല്ലേ? എൻ്റെ വാപ്പ സാധാരണ ബഷറല്ലേ? മനസ്സുമാണോ? ഇല്ല. എന്നാലും ഇത് കാണൂല. എന്തുകൊണ്ട്? എൻ്റെ വാപ്പയിൽ ജുഫന ആണ്. എൻ്റെ വാപ്പ എനിക്ക് അത്ര ഇഷ്ടമാണ്. എന്നെ കേൾക്കാൻ ഒരാൾ പറയൂല എൻ്റെ വാപ്പാൻ്റെ കുറ്റം. എന്തൊരു പറഞ്ഞ വിവരം അറിയും. നീ കേരളത്തിൽ നിറഞ്ഞിരിക്കണ സുന്നി സംഘടന ഈ പാമ്പിൻ്റെ വളകൾക്ക് മുന്നിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ആർക്കും ഉണ്ടായിട്ടല്ല. എന്തുകൊണ്ടും ഉണ്ടായില്ല? ഓൾക്കറിയാം ഇവരെ കയ്യിൽ അലിയില്ല, നബിയില്ല, ആരുമില്ല. ഈ നിസ്കാരം നോൽമ്പും
ഈ മജ്ലിസ് 100 മജ്ലിസ് 300 ഇതൊക്കെ തന്നെ ഓല കയ്യിലുള്ളത്. ഇതൊക്കെ വളരെ ചിന്തിക്കണം. എന്താണ് ദീൻ? ഇവിടെ റുയത്തുൽ ജമാലിൽ മുഹമ്മദി, അതാണ് ഈമാൻ, അതാണ് ദീൻ. അത് നിസ്കാരം അതിൻ്റെ രോമത്തിനെത്തുമോ? അള്ളാൻ്റെ റസൂലിൻ്റെ രോമത്തിൻ്റെ കുത്തിൻ്റെ കതിറുണ്ടടാ നിസ്കാരത്തിന്. അതുണ്ടായിരുന്നെങ്കിൽ വൈലുല്ലിൽ മുസല്ലീൻ എന്ന വാക്ക് അള്ളാഹ് പറയോ? ഞാൻ അത് കയറ്റിയാൽ നിസ്കാരത്തിന് വരണ്ടോ? നോമ്പിന് വരണ്ടാവും. നമ്മളെ വല്യാപ്പ നിസ്കാരത്തിന് വരണ്ട്. കാരണം നമ്മളെ വല്യാപ്പാക്ക് ഏറ്റവും വലിയ ആൾ റസൂലാണ്, നിസ്കാരമല്ല. മനസ്സിലാവണ്ട പറഞ്ഞു. ഇതൊക്കെ പഠിക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾ കുറേ നിസ്കരിച്ച് നോമ്പോറ്റ് നടന്നിട്ട് ഒരു കാര്യമില്ല. അത് പഠിക്കുന്ന വേണം. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഴക് പഠിക്കണം. അത് കാണാൻ കഴിയണം. അത് കുറവുണ്ടെങ്കിൽ ഇപ്പം അതങ്ങനെ ഇപ്പം നിനക്ക് നാവിൽ ചില സാധനങ്ങൾ നിർബന്ധമാണ്. ഇപ്പം നാവിൽ ദഹനം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സാധനം ഉമിനീര. ഉമിനീര് ഒരാൾക്ക് വാജിബ. ഉമിനീരില്ലാത്ത ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ള ഓർഗൻസ് മൊത്തം പെട്ടെന്ന് തകർന്ന് നശിച്ചു. ഒരാൾക്ക് നിർബന്ധമായ സാധനമാണ് എന്ത്? ഉമിനീര്. ഉമിനീരില്ല. ഉമിനീരാണ് സത്യത്തിൽ ദഹിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ഉമിനീരോടുകൂടി ഒരു സാധനം ആമാശയത്തിലെത്തിയാൽ ദഹിക്കാൻ വളരെ എളുപ്പമാണ്. ഏത് ദഹനത്തെയും എളുപ്പമാക്കുന്ന അടിസ്ഥാന ചേരുവയാണ് എന്ത്? ഉമിനീര് വാജിബ. ഇത് കഴിക്കണ ഭക്ഷണം. പക്ഷെ ആ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് എന്ത് കയറണം? കുട്ടി ഉമിനീര് കയറണം. ഭക്ഷണം കുറച്ച് ഉമിനീര് നല്ലതാണെങ്കിലും ഒരു കുഴപ്പമില്ല. അതേസമയത്ത് ഭക്ഷണം കഴിച്ച് ഉമിനീരില്ല എങ്കിൽ നീ പേടിക്കണം, ഇത് കിഡ്നിക്ക് കേടാവും. അപ്പോൾ ഈ അവ്വല് വാജിബ് എന്താണ്? ഉമിനീര്. ഉമിനീര് നിനക്ക് പറ്റിയാൽ ഇജ് അമേരിക്ക പോയിട്ടെങ്കിലും ഇല്ല പൈസ ഒക്കെ ചിലവാക്കിയിട്ട് ഉമിനീരുണ്ടാക്കും. എന്തുകൊണ്ട്? ഉമിനീരില്ലെങ്കിൽ എൻ്റെ കഥ കഴിയും. നീ തിരിച്ചു പോവാ. ഏത് നിസ്കാരത്തിനേക്കാൾ ആദ്യത്തെ കാര്യം എന്താണ്? റസൂലുള്ളാഹിനോട് മഹബത്താണ്. റസൂലുള്ളാഹി ലയിക്കലാണ്. അള്ളാഹുവിൽ ലയിക്കാൻ എനിക്ക് അള്ളാഹിനെ അറിയും. ലയിക്കണമെങ്കിൽ ഞാൻ അറിയണ്ടേ? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. ചിന്തിക്ക്. അള്ളാഹിനെ അറിയാതെ നിനക്ക് എങ്ങനെ അള്ളാഹുവിൽ ലയിക്കാൻ കഴിയും? നിനക്ക് അറിയാവുന്ന ഒരാൾ അവസാനം ഉണ്ടെങ്കിൽ, ഒരു രോമക്കുത്തെങ്കിലും അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫയാണ്. അതും പൂർണ്ണമായി നിനക്ക് അറിയാൻ കഴിയില്ല. അപ്പം നിനക്ക് ഫന ആവുന്നതിൻ്റെ അവസാനം ആരില്ല ഫന ആണ്ടത്? റസൂലുള്ളാഹിൽ ഫന ആണ്. ആ റസൂലുള്ളാഹിൽ ഫന ആയ ആളാണ് ആദ്യത്തെ ആൾ സയ്യിദുനാ ആദം നബിയാണ്. ആദം നബി ഫന ആയിട്ടുണ്ട് ആരിൽ? മുഹമ്മദ് മുസ്തഫയിൽ. ഈസാ നബി ഫന മുഹമ്മദ് മുസ്തഫയിൽ. ജിബ്രീൽ ഫന ആണ് മുഹമ്മദ് മുസ്തഫയിൽ. മുഹമ്മദ് മുസ്തഫ ഫന ആണ് അള്ളാഹുവിൽ. ആ ഫന ആയപ്പോൾ കിട്ടിയ പേരാണ് എന്ത്? അഹമ്മദ്. ആ പേരിന് വേറെ ആളില്ല. അള്ളാഹുവിൽ ഫന ആനെ കൂടെ കഴിയൂല. പച്ച നുണ പറഞ്ഞ് നടക്കാണ്. അള്ളാന്ന് വഹാബികൾ പച്ച നുണയാണ്. അത് എയർപോർട്ടിൽ പോകാതെ ഫ്ലൈറ്റിൽ കയറുമെന്ന് പറയും പോലെയാണ്. എയർപോർട്ടിൽ പോകാതെ ഞാൻ ഫ്ലൈറ്റിൽ കയറും എന്ന് വാദിക്കും പോലെയാണ് എന്ത്? അള്ളാഹു ഞാൻ റസൂലുള്ളാഹിൽ ഫന ആകാതെ അള്ളാഹുവിലെത്തുന്ന അറിയില്ല. പച്ച നുണയാണത്. ഒരാൾ എത്തേണ്ട അവസാനത്തെ സ്റ്റേജ് റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹിലെത്തിയവരെ റസൂലുള്ളാഹി എവിടേക്ക് എത്തിക്കും? അത് ബാക്കി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കിപ്പോൾ റസൂലുള്ളാഹി എയർപോർട്ടിൽ നമ്മൾ ചിന്തയിലില്ല. നമ്മൾ ഫ്ലൈറ്റിൽ കയറിപ്പോയ ഫ്ലൈറ്റില്ലേ നമുക്ക് ദുബായിക്ക് ചാടാൻ നോക്കുക. നമ്മൾ ദുബായിക്ക് ചാടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഭയങ്കര ഹെവി വെയിറ്റ് ചാമ്പ്യനാകാൻ അറബിക്കടൽ ഒറ്റ ചാട്ടം ചാടി ദുബായിക്ക് ചാടാൻ പറ്റി വിചാരിക്കുന്നത്. അതാണ് വഹാബി. വഹാബി പറഞ്ഞ ആരാണ്? അറബിക്കടലിൽ മുറിച്ചാണ് ഒറ്റ ചാട്ടം ദുബായിക്ക്. അതിനാണ് അവൻ കാത്തുത്തിരിക്കുന്നത്. നടക്കുമോ? അനക്ക് എവിടേക്ക് എത്തിയാൽ മതി. ടിക്കറ്റിൽ എവിടെ കയറണം, എയർപോർട്ടിൽ എത്തണം, ബാക്കി ഒരു ചെയ്തോളൂ. ബസ് അതെനിക്ക് ചെയ്യാനോ ഉള്ളൂ. ദുബായിക്ക് ചാടാൻ എനിക്ക് കഴിയില്ല. റസൂലുള്ളാഹിനെ മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് ചാടാൻ ശ്രമിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാണ്? ജിമ്മിൽ പോവുകയാണ്. എന്തിന് ചാടണം? എവിടേക്ക് ചാടണം? ജിമ്മിൽ പോയിട്ട് അങ്ങോട്ട് മറ്റേത് സാധനം പൊന്തിച്ച് മറ്റെങ്ങനെയാക്കി ഇതൊക്കെ പഠിക്കുക. അങ്ങനെ ഭയങ്കരം ചാടാണ്. 1-ാം നില 2-ാം നിലൻ്റെയൊക്കെ മേലൊക്കെ ചാടാൻ പഠിക്കുകയാണ്. എന്ത് ഒരു ദിവസം എവിടേക്ക് ചാടണം? കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ഒരൊറ്റ ചാട്ടം. എവിടേക്ക്? ദുബായിക്ക്. എയർപോർട്ടിൽ പോകാതെ ദുബായിക്ക് ചാടാൻ ശ്രമിക്കുന്നവനെ പോലെയാണ് ആര്?
അള്ളാഹ് റസൂലിനെ സ്നേഹിക്കാതെ അള്ളാഹ് എന്ന് പറയുന്ന പക്ക വഹാബി. അക്കോലത്തിലേക്ക് അപ്പോൾ സുന്നികൾ മാറുന്നത്. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജലീസി ഇദാ അഖ്ലു ജമാലു മുഹമ്മദി ഹബീബില്ലാഹിൽ ആലമീനൽ മുഅല്ലമി എന്ന്. അതാണ് മുഹമ്മദ് മുസ്തഫ എന്ന്. മുഹമ്മദ് മുസ്തഫ ഫഅബ്ദുൻ തജല്ല സയ്യിദൽ കൗനി യാലഹു تحير فيه خاطر المتجمجم خوائقه يعي العليم معسرها وما ناسبت قدرا لطه المقدم فعبد وعبد تجلى വെളിവായി സയ്യിദൽ കൗനി പ്രപഞ്ചത്തിന്റെ നേതാവായിട്ട് ഒരു അടിമ വെളിവായി. ഹലോ, എന്തൊരാളാണ് ആ ആൾ! തഹയ്യറ ഫീഹി, ആ ആളിൽ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഖാതിറുൽ മുതജംജിമി, കാര്യം അവ്യക്തമായി നിൽക്കുന്ന ഏതൊരാളുടെയും മനസ്സ്. ആരാണ് അവ്യക്തമായി നിൽക്കുന്നവൻ? എല്ലാവർക്കും ആർക്കും ആരെ തിരിയണില്ല. റസൂലുള്ളാഹി മുതജംജിം, അവ്യക്തമായി നിൽക്കുന്ന ആൾ. നമ്മളൊക്കെ അവ്യക്തമായ, സിദ്ദീഖുൽ അക്ബർ അവ്യക്തനായ ആളാണ്. അൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ വൈസ് പറയാണല്ലോ, ഞങ്ങൾ കണ്ടു പറഞ്ഞു. പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾക്കും റസൂൽ അവ്യക്തനാണ്. അപ്പം മുതജംജിം എന്ന് പറഞ്ഞ കാര്യം അവ്യക്തമായവൻ, അവൻ്റെ മനസ്സ് തഹയ്യൂറില. ആരാണ് ഈ ആളെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അതാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി فعبد تجلى سيد الكون له تحير فيه خاطر المتجمجم خوارقه يعيل أبالي مسروها خوارقه മനുഷ്യൻ കൊണ്ടുവന്ന മുഅ്ജിസാത്തുകൾ യുഇൽ അവാരിമ, ലോകങ്ങളെ എല്ലാം അശക്തമാക്കും. അസ്റുഹ, അതിനെ ക്ലിപ്തപ്പെടുത്തി അറിയൽ. ആ മുഅ്ജിസത്തിനെ ക്ലിപ്തപ്പെടുത്താൻ ഈ ലോകത്തിന് കഴിയില്ല. ആ മുഅ്ജിസത്തുകൾ യോജിച്ചിട്ടുമില്ല ഖദറിനോട്. ആർക്കുള്ള ഖദറിനോട്? ലിതാഹൽ മുഖദ്ദമി, മുന്തിക്കപ്പെട്ട മുത്തുനബിയുടെ ഖദറിനോട് ആ മുഅ്ജിസത്തുകൾ യോജിച്ചിട്ടുമില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ ഖദർ അനുസരിച്ചുള്ള മുഅ്ജിസത്ത് കാട്ടാൻ പറ്റൂല. ഈ ഭൂമി ഒരു സെക്കൻഡ് കൊണ്ട് ഇടിച്ചു പൊടിച്ച് തകർത്ത്, ഒരു സെക്കൻഡ് കൊണ്ട് ഇത് ഇടിച്ചു പൊടിച്ച് വേറൊരു ഭൂമി ഉണ്ടാക്കാനും ആർക്ക് കഴിയും? അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ എന്താ കേട്ട്? അതുകൊണ്ട് ഒരാൾക്ക് കഴിവെടുക്കാൻ പറ്റൂല. മനസ്സിലാണ്ടോ പറഞ്ഞത്? ചന്ദ്രനെ പിളർത്തി, ഇന്നത്തെ ചന്ദ്രനെ പിളർത്തി, സൂര്യനെ ഒരു സെക്കൻഡ് കൊണ്ട് സൂര്യനെയൊക്കെ അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞ് സ്ലൈസാക്കിയിട്ട് സ്ലൈസാക്കി നല്ല എന്താ പറയുക, നമ്മളെ മറ്റേ എന്താ പറയുക ബ്രെഡിൻ്റെ സ്ലൈസ് പോലെ അങ്ങനെ ആക്കിയിട്ട് എല്ലാം ഓരോന്നും കീസിയിലിട്ട് അബൂജഹലിൻ്റെ കയ്യിൽ കൊടുക്കാനോ ആർക്ക് കഴിയും? നടക്കാത്ത കാര്യമില്ല. പിന്നെ ഞങ്ങൾ എന്താക്കും? അതിനാ മനുഷ്യനായി കഴിയുന്നത് എടുത്തില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ഏതോ ഒരു അമേരിക്കയിലെ റിങ്ങിലെ ബോക്സിംഗ് ചാമ്പ്യൻ നമ്മളെ സെക്കീനാനെ കിട്ടിയെന്ന് സങ്കല്പിക്ക്. ഇടക്കിടക്കും സെക്കീനാൻ്റെ അണ്ണിക്ക് 2 കൊടുക്കും. അപ്പോൾ സെക്കീനാൻ്റെ കുടുംബക്കാരൊക്കെ എന്താ മനസ്സിലാക്കിയത്? മൂപ്പര് സെക്കീനാനെ തല്ലുന്ന ആളെന്നാ. മൂപ്പര് സെക്കീനാനെ തല്ലുന്ന ആളല്ല, മൂപ്പര് അമേരിക്കയിലെ ഹെവി വെയിറ്റിംഗ് ബോക്സിംഗ് ചാമ്പ്യനാ. മനസ്സിലായില്ല? പിന്നെ ഇവിടെ എന്താ എടുക്കാതെ? അതിന് പറ്റിയ ആളെ ഇവിടെ കിട്ടിയില്ല. കിട്ടാത്ത കാലത്തോളം ഇതാണ് ഹെവി വെയിറ്റ് ചാമ്പ്യൻ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. എന്നതുപോലെ ലോക ഹെവി വെയിറ്റ് ചാമ്പ്യനാണ് ഈ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ. ലോകത്തെ എല്ലാ കാര്യവും മനുഷ്യനാൽ നടക്കും. പക്ഷെ അത് നടത്തിയാൽ പിന്നെ നിങ്ങളൊക്കെ എന്താക്കും? അപ്പം നാസബത്ത്, ആ മുഅ്ജിസത്തുകൾ യോജിച്ചിട്ടില്ല. ഖദറൻ ലിതാഹൽ മുഖദ്ദമി, മുന്തിക്കപ്പെട്ട മുത്ത് റസൂലുള്ളാഹിന്റെ ഖദറിനോട് എന്ത് യോജിച്ചിട്ടില്ല? ഒരു മുഅ്ജിസത്തും റസൂലുള്ളാഹിന്റെ ഖദർ അനുസരിച്ച് ഇല്ല. ഞാൻ ഈ മുഅ്ജിസത്തിനെ കുറിച്ച് ഒരു 15 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യകാലത്ത് പറഞ്ഞതിനും ഒരു 2010 ശേഷം ഞാൻ മുഅ്ജിസത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇനി ഒരാൾ മുഅ്ജിസത്തിനെ പറ്റി പറയാൻ പറഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു മാറും. എന്തുകൊണ്ട്? എനിക്കത് ഏത് മുഅ്ജിസത്താലും അത് റസൂലുള്ളാഹിന്റെ ഖദറിനോട് യോജിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഹക്ക് പറയാം. എന്തുകൊണ്ട്? ആദ്യകാലത്തൊക്കെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ എന്ന വേള ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറഞ്ഞില്ല. ഒരു 16 കൊല്ലമായിട്ട് കേരളത്തിൽ ഞാൻ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് പറഞ്ഞിട്ടേ ഇല്ല. എന്തുകൊണ്ട്? എനിക്ക് ഏത് മുഅ്ജിസത്ത് ഇട്ടാലും അത് റസൂലുള്ളാഹിനേക്കാൾ എത്രയോ കമ്മിയാണ്. ആ മുഅ്ജിസത്തിലൂടെ ഒരാൾ റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയാൽ ഒന്നുമല്ല. പിന്നെ ഒരു മനസ്സിലാവേണ്ട പറഞ്ഞത്,
100 ആളെ അടിച്ച് തള്ളിയിടാൻ പറ്റിയ മറ്റവനെ അടിച്ചു വരികയാണെന്ന് പറയാൻ പണ്ടല്ലല്ലോ പരിചയപ്പെടുത്തേണ്ടത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരാളെ അടിച്ചതല്ലല്ലോ അയാളെ പ്രത്യേകത. 100 ആളെയും അടിക്കാൻ കഴിയുന്ന ഒരാളെ പ്രത്യേകത 100 ആൾ അടിക്കാനല്ലേ. അതിൻ്റെ അവസരം ഉണ്ടായിട്ടില്ലെങ്കിലോ പിന്നെ ഒരാളെ തച്ചത് ഇയാളുടെ മാത്രമല്ലല്ലോ. മാത്രമല്ല എന്നല്ല, അയാളോട് യോജിച്ച മാത്രമല്ല. റസൂലുള്ളാഹിക്ക് യോജിച്ച മുഅ്ജിസത്തുകൾ ഇവിടെ കാണിക്കാൻ ഇത് രംഗവേദി അല്ല. ഇനി അത് പരലോകത്തെ നമുക്ക് കാണാമെങ്കിൽ കാണാം. ശഫാഅത്ത് ചെയ്യാൻ ആരും കഴിയാതെ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി പറയും അത് നബി കഴിയൂല. ഇബ്രാഹിം നബി പറയും കഴിയൂല. എല്ലാവരും പറയും. അപ്പോൾ പറയും അനലഹ, അത് ചെയ്യേണ്ട ആൾ ഞാൻ തന്നെയാണ്. അനലഹ, ഇതാണ് അത്ഭുത വാക്ക്. അനലഹ മനസ്സിലായില്ല? റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ് എന്ത്? അനലഹ. ആ ശഫാഅത്തിൻ്റെ ആൾ ഞാനാണ്, ഞാൻ ചെയ്തോളാം. കോടാനക്കോടി മഹ്ശറിൽ ആളുകൾ കൂടുമ്പോൾ എല്ലാ നബിമാർക്കും ഈ മുഅ്ജിസത്തൊക്കെ കാട്ടിയെടുക്കാൻ അത് കഴിയൂല. അപ്പോൾ റസൂലുള്ളാഹി പറയും അനലഹ, ആ ശഫാഅത്തിൻ്റെ ആൾ ഞാനാണ്. അപ്പം എല്ലാവരും അള്ളാഹ് രക്ഷപ്പെടുത്തി കൊടുക്കും. എന്താണോ റസൂലുള്ളാഹി ചോദിച്ചത് അതാണ് ചെയ്തു കൊടുക്കും. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിന്റെ കഴിവാണത്. അപ്പോഴേ നമുക്ക് റസൂലുള്ളാഹിനെ തിരിയുള്ളൂ. അതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ ശഫാഅത്തിന് ഇന്ന് നമ്മൾ തർക്കിക്കുവാണ്. അശഫാഅത്തിനെ ഇപ്പം നമ്മൾ തർക്കിക്കുക. അതിന് അള്ളാഹ് സമ്മതം കൊടുക്കുന്നത് എന്താ ഇപ്പം ഇവരർത്ഥാൻ? അള്ളാഹ് സമ്മതം കൊടുത്തു എന്നാണ് ഇവർക്ക് മനസ്സിലാവണില്ല. മന്ദല്ലതി ഇശ്ഫഅൻദഹു. എന്നിട്ട് അതിന് കുറച്ച് ആളുകൾ പറയാം ശഫാഅത്തിന് അള്ളാഹ് സമ്മതം കൊടുത്താലല്ലേ നടക്കുള്ളൂ. ഒരു സെക്കീനാൻ എനിക്ക് ഒരു മുഹമ്മദ് കാക്ക കെട്ടിച്ചെന്നാൽ പിന്നെ ഓരോ ദിവസവും ഞാൻ കെട്ടിച്ചു വരണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പറയാം സെക്കീനാൻ എനിക്ക് കെട്ടിച്ചെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എന്ത് മുഹമ്മദ് കാക്ക പിരാന്താണോ? അള്ളാന്റെ ഹബീബിന് എല്ലാ സമ്മതവും ആര് കൊടുത്തിട്ടുണ്ട്? അള്ളാഹ് കൊടുത്തിട്ടില്ലണ. ഒറ്റ സമ്മതം കൊടുത്താൽ പോരെ. എന്നിട്ട് അള്ളാഹ്ക്ക് വേറെ സോക്കടുണ്ടോ? ഇവനെപ്പോഴത്തെ സോക്കട് തോന്നാ റബ്ബ്. മന്ദൻ സമ്മതം കൊടുത്ത ആൾക്ക് സമ്മതമുണ്ട്, സമ്മതമില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. സമ്മതം കൊടുക്കേണ്ട ആൾക്ക് നേരത്തെ തന്നെ അള്ളാഹു തആല സമ്മതം കൊടുത്തിട്ടുണ്ട്. എന്തിനും ബേജാറാണ്? അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ. ശഫാഅത്ത് ഞങ്ങൾക്ക് തരണം. എന്തുകൊണ്ട്? റസൂലുള്ളാഹിക്ക് ശഫാഅത്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ സമ്മതമുണ്ട്, അധികാരം സമ്മതം കൊടുത്തിട്ടുണ്ട്. ഇനി എന്തിനാ ബേജാറാണ്? അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന അധികാരം ഞാൻ എൻ്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി പരലോകത്തിലേക്ക് ബാക്കി വെച്ചു എന്ന് റസൂലുള്ളാഹി പറഞ്ഞ 100 കണക്കിന് ഹദീസ് ഉണ്ട്. എന്തിനാ കൊടുത്തിട്ടുണ്ട്, ഞാനത് പാത്തുവച്ചിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹിനോട് ചോദിക്കാലോ ശഫാഅത്ത് തരണം നബിയെ. മനസ്സിലാണ് പറഞ്ഞത്. നോക്ക്, അവസാനിപ്പിക്കാം. خوارقه يعيل أوالي محسروها وما ناسبت قدرا لطه المقدم. നബിയുടെ മുഅ്ജിസാത്തുകൾ യുഈ അശക്തപ്പെടുത്തുന്നുണ്ട്. അൽ അവാലിമ ലോകങ്ങളെയെല്ലാം ഹസ്റുഹ ആ മുഅ്ജിസാത്തുകളെ ക്ലിപ്തപ്പെടുത്തൽ സകല ലോകങ്ങളെയും അശക്തപ്പെടുത്തുന്നതാണ്. ഒമാ നാസബത്ത് ആ മുഅ്ജിസത്തുകളാകട്ടെ യോജിച്ചിട്ടുമില്ല ഖദറിനോട്. ആരുടെ ഖദറിനോട്? ലിത്വാഹൽ മുഖദ്ദമി മുന്തിക്കപ്പെട്ട മുസ്തഫ നബിയുടെ ഖദറിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമാ നാസബത്ത് ഖദറൻ خوارقه يعيل أفعلي محسروها وما ناسبت قدرا لطه المقدم. ربنا عليك توكلنا. ഇതിന് 300ാമത്തെ പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ എൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ആളുകളുണ്ട്. അതിന് അവരോട് സംസാരിക്കണം. അത് എൻ്റെ പരിപാടി ഒരു സ്ഥലത്ത് വെച്ച് നടത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ ഭംഗിയാകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു 5 സെൻറ്റ് ഭൂമി വാങ്ങിയിട്ടുണ്ട്. 6 സെൻറ്റ് ഭൂമി ഒരു സാധുവായ നമ്മളെ അള്ളാഹ് ക്ലാസ്സിൽ വന്ന് മരണപ്പെട്ടു പോയ അള്ളാഹ് ആ ക്ലാസ്സിൻ്റെ ഒരു വലിയ ഫോളോവറായിരുന്നു. അതിലേക്ക് വരുന്ന 179ാമത്തെ അള്ളാഹ് മജ്ലിസിലേക്ക് വരുന്നതിനിടയിൽ വഴിയിൽ വെച്ച് പിന്നെ വേദനയായി പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മരണപ്പെട്ടു പോയ സഹോദരൻ. ആ സഹോദരൻ്റെ വിധവ ഒരു കുട്ടിയുണ്ട്. അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കണം. വീടിന് ആദ്യം ഭൂമിയാണ് വേണ്ടത്. ഭൂമിയും ഇല്ല. അപ്പം നമ്മൾ ചെറിയൊരു അഡ്വാൻസ് സംഖ്യ കഴിഞ്ഞ റമദാനിൽ അവർക്ക് കൊടുത്തു. അവരൊരു ഭൂമി വാങ്ങി ആ ഭൂമി എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ആക്കണം. അപ്പോൾ അതിന് പൈസ വേണം.
എത്രയും പെട്ടെന്ന് 4-5 ലക്ഷം ഉറുപ്പിക ഇന്ന് നാളെ എന്ന് പറഞ്ഞാൽ കിട്ടിയാലേ അത് നടത്താൻ കഴിയുള്ളൂ. എല്ലാവരും സഹായിക്കണം, എല്ലാവരും എന്നോട് സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളവരൊക്കെ സക്കാത്തിൻ്റെ പൈസ ഒരു അർഹതപ്പെട്ട ഒരു സാധുവായ പെണ്ണാണ്, ഒരു വിധവയാണ്. ഒരു സാധുവായ വിധവയായ പെണ്ണിന് വേണ്ടി അധ്വാനിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോലെയാണ് മുസ്തഫ റസൂലുള്ളാഹി. അവങ്ങളൊക്കെ സഹായിക്കണം, സഹകരിക്കണം. അള്ളാഹു ഉള്ളത് കൊണ്ട് സഹകരിച്ച് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവരും അതിന് സഹകരിക്കണം. പെട്ടെന്ന് ഇന്ന് നാളെ മറ്റന്നാൾ ആ വിഷയം തീരണം. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈകൽ മസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك وثناء عبدك محمد وبثناء أهل بيت النبي المصطفى الأوائل. اللهم فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أجود الأجودين ويا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد والآل والصحابة وسلم وصل على جميع الأنبياء المرسلين والحمد لله.